അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ജാസ്മിസ് ഹോം വേൾഡിലേക്ക് ഒരിക്കൽ കൂടെ സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമുക്ക് ചപ്പാത്തിയുടെ കൂടെയും അതേപോലെ പത്തിരിയുടെ കൂടെയും ദോശയുടെ കൂടെയും ഒക്കെ കഴിക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഉള്ളി ചട്നിയുടെ റെസിപ്പി ആയിട്ടാണ്. ഒട്ടും വൈകാതെ തന്നെ നമുക്കിതെങ്ങനെ തയ്യാറാക്കിയെടുക്കുന്നത് നോക്കാം. ഈ ഒരു ഉള്ളി ചട്നി ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു പാനിലേക്കൊരു 4 ടേബിൾ സ്പൂണിനടുത്ത് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി ഇത് നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം ഇതിലേക്കൊരു 10 വറ്റൽമുളകാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു 7 മുതൽ ഒരു 10 വരെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതൊരു പാകത്തിനുള്ള എരിവുണ്ട്. അപ്പോൾ ഇത്രയും വേണ്ടാന്നുണ്ടെങ്കിൽ എണ്ണം കുറച്ചിട്ട് ചേർത്ത് കൊടുത്താലും മതി. ഇനി ഇതൊന്ന് നിറം മാറി വന്നതിന് ശേഷം നമുക്കിത് കോരിയെടുക്കാം. ഇപ്പോൾ ഏകദേശം ഇത് കളറ് മാറി തുടങ്ങിയിട്ടുണ്ട്. നമുക്കിതൊന്ന് കോരിയെടുക്കാം. കോരിയെടുത്തതിന് ശേഷം അതിലുള്ള ഈ ഒരു വറ്റൽമുളകിൻ്റെ കുരുവൊക്കെ നമ്മളൊന്ന് റിമൂവ് ചെയ്തെടുക്കണം. ഇനി ഈ ഒരു എണ്ണയിലേക്ക് തന്നെ നമുക്ക് 1 ടീസ്പൂൺ മല്ലി ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ ഉലുവ ഇത്രയും ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചെയ്യാനായിട്ട്, ഇല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഇത് കരിഞ്ഞു പോകും. ഒരു 2 മിനിറ്റ് ഇത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. അതിൻ്റെ ആ ഒരു കളറൊക്കെ ഒന്ന് മാറി വരുന്ന സമയത്ത് ഇതിലോട്ട് ഞാനൊരു 8 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിവിടെ ഒരു മീഡിയം സൈസിലുള്ള വെളുത്തുള്ളിയാണ് എടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഇതിൻ്റെ ആ ഒരു പച്ചമണമൊക്കെ മാറി ഇതൊരു ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു അരത്തണ്ട് കറിവേപ്പില കൂടെ ചേർത്ത് ഒന്നുകൂടി ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലോട്ട് ചേർത്ത് കൊടുക്കേണ്ടത് സവാളയാണ്. ഞാനിവിടെ വലിയ 2 സവാള എടുത്തിട്ടുണ്ട്. മീഡിയം സൈസിലുള്ളതൊക്കെ ആണെങ്കിൽ ഒരു 3 എണ്ണം വരെയൊക്കെ വേണ്ടി വരും. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇതിലേക്ക് ഈ ഒരു സമയത്ത് തന്നെ ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്കിതൊന്ന് വാടി കിട്ടും. ഈ ഒരു ചട്നി ഞാനിവിടെ കുറച്ചധികം തന്നെ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇത്രയും തന്നെ വേണ്ടാന്നുണ്ടെങ്കിൽ ഇൻഗ്രീഡിയൻസൊക്കെ കുറച്ചെടുത്തിട്ട് ചെയ്യാം. പക്ഷേ നമ്മൾ കൂടുതലായിട്ട് ചെയ്യുകയാണെങ്കിൽ തന്നെ നമുക്കിതൊരു 2 ദിവസമൊക്കെ ഫ്രിഡ്ജിൽ വെക്കാതെ തന്നെ നമുക്കിത് സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് പറ്റും. സവാള നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഇതിൻ്റെ ഒരു പച്ചമണം മാറി വരുന്നവരെ ഒന്ന് വഴറ്റി കൊടുത്താൽ മതി. നമ്മൾ ആദ്യം തന്നെ ഇതിലോട്ട് മല്ലിയും ഉലുവയൊക്കെ ചേർത്ത് കൊടുത്തിരുന്നു. അപ്പോൾ മല്ലിയൊന്നും ഇല്ലെങ്കിൽ ഈ ഒരു സമയത്ത് ഇതിലോട്ട് പൊടി ചേർത്ത് കൊടുത്താലും മതി. പക്ഷേ നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത് മൊത്തത്തിലുള്ള മല്ലി ചേർത്ത് കൊടുക്കുമ്പോൾ തന്നെയാണ്. ഇനി നമുക്കിതിലോട്ടൊരു മീഡിയം സൈസിലുള്ള 2 തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് പഴുത്തിട്ടുള്ള തക്കാളിയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം നമുക്ക് ഒരു അടപ്പ് വെച്ചിട്ടൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. നന്നായിട്ട് ഈ ഒരു തക്കാളി ഈ ഒരു സവാളയിലേക്കൊന്ന് അലിഞ്ഞ് ചേരണം. അതുവരെ ഒന്ന് വേവിച്ചെടുക്കണം. ഏകദേശം ഒരു 10 മിനിറ്റിനടുത്തായിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു അടപ്പൊന്ന് എടുത്ത് മാറ്റാം. ഇപ്പോൾ നമ്മുടെ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു തവി വെച്ചിട്ടോ അല്ലെങ്കിൽ സ്പൂണ് വെച്ചിട്ടങ്ങ് നന്നായിട്ടൊന്ന് ഉടച്ച് കൊടുക്കാം. ഉടച്ച് കൊടുക്കുമ്പോൾ ഈ ഒരു തക്കാളി നന്നായിട്ട് തന്നെ ഇതിലോട്ടങ്ങ് അലിഞ്ഞ് ചേർന്നോളും. ഇനി ഇതിലോട്ട് വേണ്ടത് പുളിവെള്ളമാണ്. പുളിവെള്ളം ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ തക്കാളിയുടെ പുളി അനുസരിച്ചിട്ടാണ്. അപ്പോൾ നല്ല പുളിയുള്ള തക്കാളിയൊക്കെ ആണെങ്കിൽ വളരെ കുറച്ച് മാത്രം പുളി ചേർത്ത് കൊടുത്താൽ മതിയാവും. ഞാനിപ്പോൾ ഇവിടെ ഒരു നെല്ലിക്കയുടെ അത്രയും വലുപ്പത്തിലുള്ള പുളി ചൂടുവെള്ളത്തിലൊന്ന് കുതിർത്ത് വെച്ചതിന് ശേഷം അതിൻ്റെ വെള്ളമാണ് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നത്. കൈവച്ചിട്ട് നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കുക. അതിന് ശേഷം ആ ഒരു പുളിവെള്ളം ഇതിലോട്ട് ഒഴിച്ച് നന്നായിട്ടൊന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിവിടെ നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ച് ഒരു 5 മിനിറ്റ് കൂടെ ഒന്ന് വേവിച്ചെടുക്കാം. 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് അടുപ്പൊന്ന് തുറന്ന് നോക്കാം. ഇപ്പം നമ്മുടെ തക്കാളിയൊക്കെ ഈ ഒരു പുളിവെള്ളത്തിൽ കിടന്നിട്ട് ഒന്നുകൂടി ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നന്നായിട്ട് ഒന്നുകൂടി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഞാനിതിലേക്ക് 1/4 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിന് പകരമായിട്ട് ശർക്കര വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. നമ്മൾ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്ന എരിവും പുളിയൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക്
ഫ്ലെയിം ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നന്നായിട്ട് ഇതൊന്ന് ചൂടാറി വന്നിട്ട് നമുക്ക് മിക്സിയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം. ബ്ലെൻഡ് ചെയ്തെടുക്കുന്ന സമയത്ത് നമ്മൾ ആദ്യം റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു വറ്റൽമുളക് കൂടെ ചേർത്ത് കൊടുത്തിട്ട് വേണം ബ്ലെൻഡ് ചെയ്തെടുക്കാനായിട്ട്. ഞാനിതൊന്ന് ചൂടാറിയതിന് ശേഷം ബ്ലെൻഡ് ചെയ്തിട്ട് കാണിക്കാം. ഞാനിവിടെ വീണ്ടും ഫ്ലെയിം ഓൺ ആക്കിയൊരു 1.5 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഞാൻ നേരത്തെ നമ്മൾ റെഡിയാക്കി വെച്ച ആ ഒരു മിക്സ് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ബ്ലെൻഡ് ചെയ്തെടുക്കുന്ന സമയത്ത് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. വെള്ളം ചേർത്ത് കൊടുക്കാതെ അരച്ചെടുക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യുന്നതാണ് നല്ലത്. അപ്പോൾ എൻ്റെ മിക്സിയിൽ അതേപോലെ ബ്ലെൻഡ് ചെയ്തെടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ കുറച്ച് ചൂടാറിയ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പച്ചവെള്ളം ഒഴിച്ച് കൊടുക്കാൻ പാടില്ല. ഇനി നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് തന്നെ കഴിക്കുകയാണെങ്കിൽ അങ്ങനെ തന്നെ ചെയ്യാം. പക്ഷേ ഞാൻ കുറച്ചുകൂടെ ഒന്ന് ടേസ്റ്റി ആക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കടുകൊക്കെ ഒന്ന് പൊട്ടിച്ചതിലോട്ട് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു എണ്ണ നന്നായിട്ട് വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ എണ്ണ ചേർത്ത് കൊടുക്കുകയും ചെയ്യാം. ഇനി ഇതിലേക്കൊരു 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/4 ടീസ്പൂൺ ഉഴുന്ന് കൂടെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. നല്ലൊരു ടേസ്റ്റാണ് ഇതിലൂടെ ചേർത്ത് കൊടുക്കുമ്പോൾ. ഇനി ഈ ഒരു കടുകും ഉഴുന്നും ഒക്കെ നന്നായിട്ട് പൊട്ടി വന്നതിന് ശേഷം ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം. കറിവേപ്പിലയൊക്കെ ഇവിടെ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ അരച്ച് വെച്ച ആ ഒരു മിക്സ് കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിലോട്ട് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള ആ ഒരു വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുന്നവരെ ഒന്ന് വഴറ്റി കൊടുത്താൽ മതി. ഏകദേശം ഒരു 10 മിനിറ്റിനടുത്തൊക്കെ വഴറ്റി കൊടുക്കുമ്പോഴേക്ക് തന്നെ നന്നായിട്ട് ഇതൊന്ന് കളറൊക്കെ മാറി വെള്ളമൊക്കെ ഒന്ന് വറ്റി കിട്ടും. നമുക്ക് 2 ദിവസമൊക്കെ കേടുകൂടാതെ വെക്കണമെങ്കിൽ ഇതേപോലെ ഈ ഒരു വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിച്ചെടുക്കണം. ഇല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഇതൊന്ന് കേട് വന്നു പോകും. ഞാനിവിടെ ഏകദേശം ഒരു 10 മിനിറ്റിനടുത്ത് നന്നായിട്ട് വഴറ്റി കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ തന്നെ ഇതിൻ്റെ ഒരു കളറൊക്കെ മാറി ഇതൊന്ന് കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ ഫ്ലെയിം ഓഫ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു 5 മിനിറ്റ് കൂടിയൊക്കെ ഒന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുത്ത് വറ്റിച്ചെടുക്കാം. അപ്പോൾ കുറച്ചുകൂടി ഒന്ന് കളറൊക്കെ മാറി വരും. അപ്പോൾ ഞാൻ ഇത്രേ ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തു. അപ്പോൾ ഇനി നമുക്കിതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. ഈ ഒരു റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കൂടാതെ നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. ഇന്നത്തെ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അതേപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. താങ്ക്